ആരോഗ്യദീപ്തി. വെളിച്ചമേ നയിച്ചാലും സമഗ്ര നേത്രാരോഗ്യ പ്രക്ഷേപണ പരമ്പര. ഇന്നത്തെ ആരോഗ്യദീപ്തിയിൽ തൊഴിലിടങ്ങളിലെ നേത്ര സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് എൻ അഖിലുമായി അഭിമുഖം. നമസ്കാരം. നമസ്കാരം. ആരോഗ്യദീപ്തിയിൽ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് നേത്രാരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം തൊഴിലിടങ്ങളിലെ നേത്ര സംരക്ഷണം എന്നതാണ്. തൊഴിലിടങ്ങളിലെ നേത്ര സംരക്ഷണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ തെളിയുന്നത് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളാണ്. ഈ മേഖലയിലുള്ളവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രധാനമായും സേഫ്റ്റി ഗ്ലാസസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിർമ്മാണ മേഖലയിൽ തന്നെ വെൽഡിംഗ് ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് കൂടുതലായി ക്ലിനിക്കുകളിൽ എത്താറുള്ളത്. ഈ ജോലി ചെയ്യുന്നവർ രണ്ടു തരം നേത്ര സംബന്ധമായ വെല്ലുവിളികളാണ് നേരിടുന്നത്. അതിലൊന്ന് വെൽഡിംഗ് ആർക്ക് എക്സ്പോഷർ ആണ്, മറ്റൊന്ന് കണ്ണിലേക്ക് തെറിച്ചു വീഴുന്ന പിസർ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. വെൽഡിംഗ് ആർക്ക് എക്സ്പോഷർ എന്ന് പറയുന്നത് വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് വെൽഡിംഗ് മെഷീനിൽ നിന്നും പുറത്തേക്ക് വരുന്ന പ്രകാശം, ഈ പ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്നത് UV കിരണങ്ങളാണ്. ഇവ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയിൽ പതിക്കുകയും ക്രമേണ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആദ്യമൊക്കെ ഈ ജോലി ചെയ്യുന്നവർ പറയാറുള്ള ബുദ്ധിമുട്ട് കണ്ണിൽ നിന്നും വെള്ളം വരിക, കണ്ണ് പുകച്ചിൽ, കണ്ണ് എല്ലായ്പ്പോഴും ചുവന്നിരിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളായിട്ടാണ് എത്താറുള്ളത്. എന്നാൽ ക്രമേണ ഇത് കാഴ്ചക്കുറവിലേക്ക് നയിക്കുന്നു. ഇത് ഒഴിവാക്കാനായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ സാധാരണ നിർദ്ദേശിക്കാറുള്ളത് വെൽഡിംഗ് ഷെയ്ഡാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവ വാങ്ങിച്ച് ധരിക്കാനാണ് സാധാരണ നിർദ്ദേശിക്കാറുള്ളത്. ഇവ UV കിരണങ്ങളെ ബ്ലോക്ക് ചെയ്യുകയും നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുകയും ചെയ്യും. മറ്റൊരു ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിസർ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അത് ഒഴിവാക്കാനായിട്ട് പ്രൊട്ടക്റ്റീവ് ഗ്ലാസസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ വെൽഡിംഗ് ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല, മറ്റ് ജോലി ചെയ്യുന്നവർ, അതായത് മരപ്പണി ചെയ്യുന്നവർ, അതല്ലെങ്കിൽ കല്ല് ചെത്തുന്നവർ, അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ പ്രൊട്ടക്റ്റീവ് ഗ്ലാസസ് വെച്ച് ജോലി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപകടത്തിന്റെ തോത് നന്നായി കുറക്കാൻ സാധിക്കും. ഈ ഗ്ലാസ് വാങ്ങിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ISO സർട്ടിഫൈഡ് ഗ്ലാസസോ അല്ലെങ്കിൽ FDA അംഗീകരിച്ച ANSI Z87 എന്നുള്ള ടാഗ് ഒക്കെയുള്ള ഗ്ലാസസ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കും. ഇവ വാങ്ങിച്ച് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ സാധാരണയായി കേൾക്കാറുള്ളതാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടുകൾ. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? വളരെ നല്ലൊരു ചോദ്യമാണ്. മാറിയ കാലഘട്ടത്തിൽ നാം കൂടുതൽ സമയം കമ്പ്യൂട്ടർ സ്ക്രീൻ, മൊബൈൽ സ്ക്രീൻ, അതല്ലെങ്കിൽ ലാപ്ടോപ്പ് സ്ക്രീൻ ഇവ യൂസ് ചെയ്യുകയാണ്. കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ഏകദേശം ചുരുങ്ങിയത് ഒരു ദിവസം 8 മുതൽ 10 മണിക്കൂർ വരെ കമ്പ്യൂട്ടർ സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവരിൽ കൂടുതലായിട്ട് കാണാറുള്ള ബുദ്ധിമുട്ട് ഐ സ്ട്രെയിൻ, വാട്ടറിംഗ്, അതായത് കണ്ണിൽ നിന്ന് വെള്ളം വരിക, തലവേദന, ഡ്രൈനസ് തുടങ്ങിയ ബുദ്ധിമുട്ടുകളാണ്. ഇതിനെ കോമൺ ആയിട്ട് നാം കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നാണ് പറയാറുള്ളത്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ബുദ്ധിമുട്ടുകൾ എങ്ങനെ പരിഹരിക്കാം? നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കണ്ണിന് ആവശ്യത്തിന് വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് 20-20-20 എന്നൊരു റൂൾ തന്നെ നിലവിലുണ്ട്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമുമായിട്ട് വരുന്ന കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിന് നമ്മൾ സാധാരണ ഈ ഒരു റൂളാണ് അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസ് ആണ് നിർദ്ദേശിക്കാറുള്ളത്. എങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യേണ്ടത്? ഈ എക്സസൈസ് പ്രകാരം 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടർ സ്ക്രീൻ അല്ലെങ്കിൽ ലാപ്ടോപ്പ് സ്ക്രീൻ, അതല്ലെങ്കിൽ മൊബൈൽ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ 20 സെക്കൻഡ് ബ്രേക്ക് എടുക്കുകയും 20 അടി ദൂരെയുള്ള വസ്തുവിനെ നോക്കുകയും ചെയ്യുക. ഒന്നുകൂടി പറയാം, 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരാൾ 20 സെക്കൻഡ് ബ്രേക്ക് എടുക്കുകയും 20 അടി ദൂരെയുള്ള ഒരു വസ്തുവിനെ നോക്കുകയും ചെയ്യുക. ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ അകത്ത് സീലറി മസിൽസ് എന്നൊരു മസിൽസ് ഉണ്ട്. ഇവ നാം അടുത്തേക്ക് നോക്കുന്ന സമയത്ത് കൂടുതലായി പ്രവർത്തിക്കുകയും ദൂരെ നോക്കുന്ന സമയത്ത് റിലാക്സ്ഡ് ആവുകയും ചെയ്യുന്നു. നാം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, മൊബൈൽ സ്ക്രീൻ ഇവയൊക്കെ നമ്മുടെ കണ്ണിന്റെ വളരെ അടുത്ത് വെച്ചാണ് ഉപയോഗിക്കാറുള്ളത്. ആ സമയത്ത് ഈ മസിൽസ് ടയേർഡ് ആവുകയും നമുക്ക് ഐ സ്ട്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ദൂരെ നോക്കുന്ന സമയത്ത് ഇവ വീണ്ടും റിലാക്സ്ഡ് ആവുകയും നമുക്ക് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വേറെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് നമ്മുടെ കണ്ണിന്റെ ഇമ വെട്ടുന്നതിനെ കുറിച്ചാണ്. ഒരു മിനിറ്റിൽ ഏകദേശം ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ 15 മുതൽ 20 പ്രാവശ്യം വരെ കണ്ണിമ വെട്ടും. എന്നാൽ നാം കമ്പ്യൂട്ടർ സ്ക്രീൻ അല്ലെങ്കിൽ ലാപ്ടോപ്പ് സ്ക്രീൻ, മൊബൈൽ സ്ക്രീൻ ഇവ യൂസ് ചെയ്യുന്ന സമയത്ത് നാം അറിയാതെ നാം ഇമ വെട്ടാൻ മറന്നുപോകും. ഇതിലൂടെ നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിക്കുള്ള കണ്ണുനീരിന്റെ സപ്ലൈ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കണ്ണുനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ണുനീര് കണ്ണിന്റെ കൃഷ്ണമണിയിൽ എത്താനുള്ള കണ്ണിന്റെ ഒരു മെക്കാനിസമാണ് ഇമ വെട്ടുക എന്നുള്ളത്. ഈ കണ്ണുനീരിലാണ് കണ്ണിന് നേത്രപടലത്തിൽ ആവശ്യമായ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇമ വെട്ടിയാൽ മാത്രമേ ഈ പോഷകങ്ങൾ നമ്മുടെ നേത്രപടലത്തിൽ എത്തുകയും കണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. ഇതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരാൾ നിർബന്ധമായും 15 മുതൽ 20 പ്രാവശ്യമെങ്കിലും ഒരു മിനിറ്റ് മനഃപൂർവ്വം കണ്ണടക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഈ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ഉപയോഗിക്കേണ്ട ലെൻസിനെ കുറിച്ചാണ്. ഈ ലെൻസ് എങ്ങനെയുള്ളതായിരിക്കണം? കണ്ണട ഉപയോഗിക്കുന്നവർ നിർബന്ധമായും ബ്ലൂ ഫിൽട്ടർ ലെൻസസ്,
കമ്പ്യൂട്ടറിൽ നിന്നും പുറത്തു വരുന്ന റേസിൽ ബ്ലൂ റേസ് ആണ് കൂടുതൽ കണ്ണിന് ഹാംഫുൾ ആയിട്ടുള്ളത്. ഇവ ഒഴിവാക്കാനായിട്ട് ബ്ലൂ ഫിൽട്ടർ ഉള്ള ലെൻസസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവ വാങ്ങിച്ച് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിപ്പോൾ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കണ്ണിന്റെ നേരെ ലെവലിൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ ഒരിക്കലും വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ കണ്ണിന്റെ താഴത്തെ പോളയുടെ നേർരേഖയിലായിരിക്കണം കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ മുകൾ ഭാഗം ഇരിക്കേണ്ടത്. അതുപോലെ നാം ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്നും ചുരുങ്ങിയത് 20 ഇഞ്ച് അടിയെങ്കിലും ദൂരെ ആയിരിക്കണം കമ്പ്യൂട്ടർ സ്ക്രീൻ. ജോലി സ്ഥലത്ത് വെച്ച് അപകടങ്ങൾ ഉണ്ടായാൽ നാം ആദ്യം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കണ്ണിൽ കരട് പോയാൽ കൈകൊണ്ട് കണ്ണ് തിരുമരുത് എന്ന് നമ്മളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാം. എന്നാൽ കണ്ണിനകത്ത് മുറിവ് പറ്റിയാൽ വെള്ളം ഒഴിച്ച് കണ്ണ് കഴുകരുത് എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. സാധാരണ നാം ചെയ്യാറുള്ളത് കണ്ണിന് എന്ത് അസ്വസ്ഥത സംഭവിക്കുകയാണെങ്കിലും അടുത്തുള്ള ടാപ്പ് തുറക്കുകയും അല്ലെങ്കിൽ കിണറിലുള്ള വെള്ളം സ്വീകരിക്കുകയോ ചെയ്തതിനു ശേഷം കണ്ണിലേക്ക് വെള്ളം ഒഴിക്കാറാണ് പതിവ്. ചില അവസരങ്ങളിൽ ശക്തിയായി കണ്ണിലേക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്യാറുണ്ട്. എന്താണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്? ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം, ഒന്ന്, ശക്തിയായി കണ്ണിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഉണ്ടായ മുറിവ് വികസിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, കണ്ണിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുക്കൾ ഈ മുറിവിലൂടെ കണ്ണിനകത്തേക്ക് പ്രവേശിക്കുകയും ഈ മുറിവ് ഒരു ഇൻഫെക്ഷൻ ആക്കി മാറ്റുകയും ചെയ്യും. ഇനി അങ്ങനെ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? കണ്ണിനകത്ത് മുറിവ് ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ടാൽ, അതല്ലെങ്കിൽ കണ്ണ് അടച്ചു തുറക്കുമ്പോൾ അസഹനീയമായ വേദന അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള നേത്രരോഗ വിദഗ്ധനെ കാണുകയും അദ്ദേഹത്തിന്റെ വിദഗ്ധ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യുക. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മാത്രം കണ്ണിൽ ആന്റിബയോട്ടിക്കുകളോ ആർട്ടിഫിഷ്യൽ ടിയർ ഡ്രോപ്സുകളോ ഒഴിക്കുക. ഇതിനോട് ചേർത്ത് പറയാനുള്ളത്, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഈ മുറിവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇവിടെയും പ്രധാന വില്ലൻ സ്വയം ചികിത്സയാണ്. ഈ ജോലി ചെയ്യുന്നവർക്ക് മുറിവുണ്ടാകാനുള്ള പ്രധാന കാരണം, ഒന്ന്, ഈ കമ്പ്, പുല്ല്, അതല്ലെങ്കിൽ ഈ മൃഗങ്ങളുടെ വാല് ഇവയൊക്കെ തട്ടിയാണ് സാധാരണ ഈ തൊഴിലാളികൾക്ക് കണ്ണിൽ മുറിവുണ്ടാകാറുള്ളത്. പുല്ല്, കമ്പ് തുടങ്ങിയവയിലൊക്കെ ഈസ്റ്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇവ കണ്ണിലെ മുറിവ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ ഈ ഈസ്റ്റുകളും നമ്മുടെ കണ്ണിനകത്തേക്ക് പ്രവേശിക്കും. തുടർന്ന് ഇതൊരു ഇൻഫെക്ഷനായി മാറുകയും ചെയ്യുന്നു. എന്നാൽ ഈ ജോലി ചെയ്യുന്നവർ മറ്റ് ശരീരഭാഗത്തുണ്ടാകുന്ന മുറിവുകൾ പോലെ അത്ര സീരിയസ് അല്ല, കണ്ണിനകത്തുള്ള മുറിവ് തനിയെ ഉണങ്ങിക്കോളും എന്നുള്ള ചിന്ത കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ മടിക്കുകയും പിന്നീട് ഇൻഫെക്ഷൻ അതിന്റെ ലേറ്റ് സ്റ്റേജിൽ എത്തുകയും ചെയ്യുന്നു. തുടക്ക കാലഘട്ടത്തിൽ ഇവ ഡോക്ടറുടെ അടുത്ത് എത്തുകയാണെങ്കിൽ ഇത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇത് ലേറ്റ് സ്റ്റേജുകളിൽ എത്തുന്ന സമയത്ത് ഇത് ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മറ്റൊരു വിഭാഗം ലാബിൽ വർക്ക് ചെയ്യുന്നവരാണ്. കെമിക്കൽ ലാബ് ആയിക്കോട്ടെ, സ്കൂൾ ലാബ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഡയഗ്നോസ്റ്റിക് ലാബ് ആയിക്കോട്ടെ, ഇവിടേക്ക് പലതരത്തിലുള്ള കെമിക്കൽസുമായിട്ട് ഇവരുടെ കണ്ണ് കോണ്ടാക്ട് വരാറുണ്ട്. ലാബിൽ വർക്ക് ചെയ്യുന്നവർ, അതായത് കെമിക്കൽ ലാബിൽ വർക്ക് ചെയ്യുന്നവർക്ക്, സ്കൂൾ ലാബിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും സ്റ്റുഡൻസിനൊക്കെ ഈ ആസിഡ് ആൽക്കലി എക്സ്പോഷർ കൂടുതലാണ്. അതിൽ തന്നെ ഈ ആൽക്കലിയാണ് ആസിഡിനേക്കാൾ കൂടുതൽ അപകടകാരി. ഡയഗ്നോസ്റ്റിക് ലാബിലുള്ളവർക്ക് ഇതിനൊക്കെ പുറമെ ഇൻഫെക്ഷസ് ഫ്ലൂയിഡും കണ്ണിലേക്ക് പതിച്ചാൽ രോഗങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവ ഒഴിവാക്കാനായിട്ട് സാധാരണ നിർദ്ദേശിക്കാറുള്ളത് പ്രൊട്ടക്റ്റീവ് ഗ്ലാസസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. തൊഴിലിടങ്ങളിലെ നേത്ര സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ഒപ്റ്റോമെട്രിസ്റ്റ് എൻ അഖിലുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.